CMRL-നെതിരെ ഗുരുതര ആരോപണവുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർ പണം നൽകിയെന്ന സംശയം. മാസപ്പടി കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും SFIO ദില്ലി ഹൈക്കോടതി. MR അജിത് കുമാറിനെ കൈവിടാതെ സംസ്ഥാന സർക്കാർ. DGP-ആയി സ്ഥാനക്കയറ്റം. പരിശോധനാ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചു. അന്വേഷണം നടക്കുന്നത് കാരണം സ്ഥാനക്കയറ്റം തടയാനാകില്ലെന്ന് സമിതി. രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം. ഡൽഹി കോടതി 7 ദിവസത്തെ ജാമ്യം നൽകിയത് ബന്ധുവിന്റെ വിവാഹത്തിന്. ജാമ്യമോ വിചാരണയോ ഇല്ലാതെ ഉമർ തിഹാർ ജയിലിൽ കഴിയുന്നത് 2020 മുതൽ. അംബേദ്കറെ അപമാനിച്ചിട്ടില്ലെന്ന് അമിത്ഷാ. കോൺഗ്രസ് വാക്കുകൾ വളച്ചൊടിച്ചു. കോൺഗ്രസ് ആണ് അംബേദ്കർ വിരോധി പാർട്ടി. BJP ഭരണഘടനയെ അംഗീകരിക്കുന്ന പാർട്ടിയെന്നും ആഭ്യന്തരമന്ത്രി. വാർഡ് വിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. 8 നഗരസഭകളിലെയും ഒരു പഞ്ചായത്തിലെയും വിഭജനം റദ്ദാക്കി ഹൈക്കോടതി. മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തൽ. റഷ്യൻ ആണവ ഏജൻസി തലവന്റെ കൊലപാതകത്തിൽ ഒരാൾ അറസ്റ്റിൽ. ഉസ്ബെക് സ്വദേശി പ്രവർത്തിച്ചത് യുക്രൈന് വേണ്ടിയെന്ന് റഷ്യ. വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉയർത്തും. റഷ്യൻ നീക്കം ഇഗോർ കിർലോവിന്റെ വധത്തിന് പിന്നിൽ തങ്ങളെന്ന യുക്രൈൻ അവകാശവാദത്തിന് പിന്നാലെ.